5.5 കോടി രൂപ ചെലവഴിച്ച് 7 വർഷം മുമ്പ് നിർമ്മിച്ച കാളികാവിലെ രണ്ടാമത്തെ പാലം ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകാത്തതിനാൽ പ്രതിഷേധം ശക്തമാകുന്നു. വീതി കുറഞ്ഞ പഴയ പാലത്തിലെ തിരക്ക് കാരണം കാളികാവിൽ ഗതാഗത കുരുക്ക് നിത്യസംഭവമായിട്ടുണ്ട്. 2012 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിടുകയും 2017 ഗതാഗത മന്ത്രിയായിരുന്ന ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത പുതിയ പാലത്തിലൂടെ ബസ്സുകൾ സർവീസ് നടത്താത്തതാണ് പ്രധാന പ്രശ്നം. കാളികാവിലെത്തുന്ന 100-ലധികം ബസ്സുകളിൽ ഒന്നുപോലും ഈ പാലത്തിലൂടെ സർവീസ് നടത്തുന്നില്ല. പുതിയ പാലം തുറക്കുന്നതോടെ കാളികാവിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി വൺ വേ ട്രാഫിക് ഏർപ്പെടുത്തുമെന്ന വാഗ്ദാനം പാലിക്കപ്പെടാത്തതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച ഈ പാലത്തിലൂടെ നിലവിൽ ചെറുകിട വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. പുതിയ പാലത്തിലൂടെ ബസ് സർവീസ് നടത്താത്തതിനെ കുറിച്ച് ഡ്രൈവർമാർ പറയുന്ന പ്രധാന കാരണം പാലത്തിന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറിന്റെ ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ല എന്നതാണ്. കൂടാതെ കാളികാവിലേക്ക് എത്തുന്ന ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള റൂട്ട് പഴയ പാലത്തിലൂടെയാണ്. പുതിയ പാലത്തിലൂടെ സർവീസ് നടത്തേണ്ടതില്ല എന്നതും ഒരു കാരണമാണ്. പുതിയ പാലത്തിലൂടെ കയറി ചെത്തുകടവ് റോഡിലൂടെ സർവീസ് നടത്തുന്നതിനിടെ അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് കമ്പനികൾ നഷ്ടപരിഹാരം നൽകില്ലെന്ന ആശങ്കയും ഡ്രൈവർമാർക്കുണ്ട്. ഈ കാരണങ്ങളാൽ എല്ലാ ബസ്സുകളും ചരക്ക് വാഹനങ്ങളും വീതി കുറഞ്ഞ പഴയ പാലത്തിലൂടെ തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. ഇത് മിക്കപ്പോഴും ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. 5.5 കോടി രൂപ മുടക്കി നിർമ്മിച്ച പാലം പൂർണ്ണമായി ഉപയോഗിക്കാനാകാത്ത അവസ്ഥ അധികൃതരുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. നമ്മുടെ കാളികാവില് വർഷങ്ങളായിട്ട്, അതായത് ഇപ്പോൾ ഒരു 8-10 വർഷമായിട്ട് വലിയൊരു പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു, കോടികൾ മുടക്കിയിട്ട്. എന്നിട്ടും ഇതിൽ ബസ്സുകൾ എന്താണ് ഓടാത്തതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അപ്പത്തെ ചെറിയൊരു ഇടുങ്ങിയ പാലത്തിനുള്ളിൽ കംപ്ലീറ്റ് ബസ്സുകൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആദ്യം കൊടുത്ത മറ്റേ റൂട്ട് മാപ്പിൽ, അതായത് ബസ് റൂട്ടിന്റെ ഇതിൽ ഈ പാലത്തിൽ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ബസ്സുകൾ ഇതിൽ ഓടാത്തത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് എന്തൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അവർക്കൊരു നഷ്ടപരിഹാരം കാര്യം കിട്ടൂല, അവരെ ജയിലാവും ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടുകാർ ഭയങ്കര വിഷമമുണ്ട്. അവർ ചെറിയ പാലത്തുമ്പോൾ കംപ്ലീറ്റ് ബസ്സുകൾ പോകുന്നത്. അപ്പോൾ ഇത് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തും വേണം. ഇതിൽ ഈ ബസ് ഓടി തുടങ്ങുമാണ് എല്ലാ ബസ്സുകളും. അതാണ് ഞങ്ങളൊരു ആവശ്യം. വളരെ കാലങ്ങളായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഈ ചാനൽ കാളികാവ്. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 071111.